നെക്സ്റ്റ് പറയുന്നത് ഇൻസെർഷൻ ഓപ്പറേഷൻ്റെ അൽഗോരിതം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഇൻസെർഷൻ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ആ ഒരു അൽഗോരിതം നമുക്ക് എങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യ അൽഗോരിതത്തിൽ നമ്മൾ ക്യൂ ഓഫ് എൻ എന്നുള്ള അരേ എടുക്കണം. ഫ്രണ്ട് റിയർ ഈ രണ്ട് വേരിയബിൾ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഫ്രണ്ട് പൊസിഷനെ പോയിന്റ് ചെയ്യാൻ ഒരു വേരിയബിൾ വേണം ഫ്രണ്ട്, റിയർ പൊസിഷനെ പോയിന്റ് ചെയ്യാൻ നമുക്കൊരു വേരിയബിൾ വേണം റിയർ. ഇനി വാൽ എന്നുള്ള വേരിയബിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ വാലിലുള്ള എലമെന്റിനെയാണ് നമ്മൾ ക്യൂവിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻസെർട്ട് ചെയ്യാനുള്ള ഐറ്റം സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ ആണ് വാൽ എന്നുള്ള വേരിയബിളിലാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ക്യൂ എടുത്തു. ക്യൂ ഓഫ് 6 ആണ് നമ്മളിവിടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. 6 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ക്യൂ ആണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ 0 മുതൽ 5 വരെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 0 പൊസിഷൻ, പിന്നെ 1 2 3 അങ്ങനെ 5 വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അങ്ങനെ ടോട്ടൽ 6 എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യാനുള്ള ക്യൂ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ക്യൂവിന് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫ്രണ്ട് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, റിയർ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ 2 പോയിന്റർ ഉണ്ട്, ഫ്രണ്ടും റിയറും. ഓക്കെ, ഇനി ഫസ്റ്റ് എന്തായിരിക്കും? ഫ്രണ്ടിൻ്റെ വാല്യൂ -1 ആയിരിക്കും, റിയറിൻ്റെ വാല്യൂ -1 ആയിരിക്കും. ഇതെന്തായിരിക്കും? ഫ്രണ്ടിൻ്റെ വാല്യൂ -1, റിയറിൻ്റെ വാല്യൂ -1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുക? ക്യൂ എന്ന് പറയുന്നത് എം ടി ആണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ക്യൂ എടുത്തിരിക്കുന്നുള്ളൂ, എലമെൻറ്റുകളൊന്നും പുട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു എം ടി ക്യൂ ആണ്. എം ടി ക്യൂ ആയതുകൊണ്ട് ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ -1 ആയിരിക്കും. ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ -1 ആയിരിക്കും. ഇനി നമ്മളൊരു ഡേറ്റ ഐറ്റത്തെ ഇൻസെർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്കറിയാം, ഒരു ഡേറ്റ ഐറ്റത്തെ നമ്മൾ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. എന്താണ്? ക്യൂവിൽ സ്പേസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലേ? സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ക്യൂവിലേക്ക് ഐറ്റത്തെ ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്പേസ് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് പറയണം? ഇവിടെ ഓവർഫ്ലോ സിറ്റുവേഷൻ ആണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, അൽഗോരിതത്തിലേക്ക് പോകാം. ആദ്യം റിയറിൻ്റെ വാല്യൂ -1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ റിയറിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഇതൊരു എം ടി ആയിട്ടുള്ള ക്യൂ ആണ്, അല്ലേ? അപ്പോൾ ഒരു എം ടി ക്യൂവിൽ നമുക്ക് സ്പേസ് ഉണ്ടല്ലോ. എം ടി ആയിട്ടുള്ള ക്യൂ ആകുമ്പോൾ സ്പേസ് ഉണ്ട്. അപ്പം നമുക്ക് എലമെൻറ്റിനെ ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ ക്യൂ എം ടി ആണെങ്കിൽ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 0. എന്തിനാണ് ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ 0യിലേക്ക് മൂവ് ചെയ്തത്? അപ്പം നമ്മളിവിടെ ഒരു ഐറ്റത്തെ ഇൻസെർട്ട് ചെയ്യാൻ പോവുകയാണ്, അല്ലേ? അപ്പോൾ ഐറ്റത്തെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും ആ 0 പൊസിഷനിലെ എലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ ഇവിടെ കൊണ്ടുവയ്ക്കണം, റിയറും ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ 0 ആയി, റിയറിൻ്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ഒരു എം ടി ക്യൂ ആണെങ്കിൽ എം ടി ക്യൂ ആണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? റിയർ -1 ആണെങ്കിൽ അത് എം ടി ക്യൂ ആണ്. എം ടി ക്യൂ ആണെങ്കിൽ ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട് എങ്ങോട്ട് വരണം? ഫ്രണ്ട് 0യെ പോയിന്റ് ചെയ്യണം, റിയർ 0യെ പോയിന്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ടും റിയറും 0യെ പോയിന്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എലമെൻറ്റിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാൽ. അപ്പം ആ റിയർ പോയിന്റ് ചെയ്യുന്ന പൊസിഷനിലേക്ക് വാൽ എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിലുള്ള വാല്യൂവിനെ അവിടേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പം ഞാനിവിടെ 150 എന്നുള്ള വാല്യൂ ആണ് വാൽ എന്നുള്ള വേരിയബിളിൽ കൊടുത്തിരിക്കുന്നത്. ആ 150 0th പൊസിഷനിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു, അതായത് ക്യൂ ഓഫ് റിയറിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഐറ്റത്തെ ഇൻസെർട്ട് ചെയ്തു. ക്യൂവിൻ്റെ ഒരു ഐറ്റം നമ്മളിവിടെ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? റിയർ -1 ആണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇതെന്താണ്? എം ടി ആണ്, ക്യൂ എം ടി ആണ്. ക്യൂ എം ടി ആണെങ്കിൽ ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ 0യിലേക്ക് മൂവ് ചെയ്യിക്കണം. ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാൽ, അതായത് റിയർ പോയിന്റ് ചെയ്യുന്ന പൊസിഷനിലേക്ക് ആ വാല്യൂവിനെ കൊണ്ടുവന്ന് പുട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ അടുത്ത ഒരു എലമെന്റിനെ ഇൻസെർട്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്ത എലമെന്റിനെ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കേണ്ടത്? ഒരു അടുത്ത പുതിയൊരു എലമെന്റിനെ, അതായത് ഈ പൊസിഷനിൽ ഒരു എലമെന്റിനെ കൊണ്ടുവരണമെങ്കിൽ റിയർ എങ്ങോട്ട് മൂവ് ചെയ്യിക്കണം? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം, അല്ലെ? റിയറിന്റെ വാല്യൂ ഇങ്ങോട്ടേക്ക് 1 ഇൻക്രിമെന്റ് ചെയ്യണം, 1 കൂട്ടി കൊടുത്തിട്ട് ഇവിടെ വേണം നമ്മൾ ഒരു എലമെന്റിനെ പുട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ക്യൂ എം ടി അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്? ക്യൂവിൽ സ്പേസ് ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. ക്യൂവിൽ സ്പേസ് ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഇവിടെ റിയർ ഈക്വൽ ടു -1, റിയർ -1 ആണെങ്കിൽ ക്യൂ എം ടി ആണ്. ഇപ്പം നമ്മുടെ നിലവിൽ റിയറിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്, -1 അല്ല, മീൻസ് ക്യൂ എം ടി അല്ല. ക്യൂ എം ടി അല്ല എങ്കിൽ എൽസിഫ് അടുത്ത കണ്ടീഷൻ വന്നു. ക്യൂ എം ടി അല്ല എങ്കിൽ റിയർ n-1, അതായത് റിയർ നമ്മുടെ മാക്സിമം സൈസ് എത്രയാണ്? 6 ആണ്. നമ്മളിവിടെ എടുത്തേക്കുന്നത് 6 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ക്യൂ ആണ്. അപ്പോൾ 6 - 1 5. ഇപ്പോൾ റിയർ എവിടെ വരെ മൂവ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ? നമുക്കിവിടെ 5 വരെ മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ റിയറിൻ്റെ വാല്യൂ n-1 ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം?
ഇവിടെ സ്പേസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ റിയർ ഈക്വൽ ടു റിയർ പ്ലസ് 1. അപ്പോൾ റിയറിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? റിയറിൻ്റെ വാല്യൂ 1 കൂടണം. അപ്പോൾ 0യിൽ നിന്നും റിയറിൻ്റെ വാല്യൂ എന്തായി? 1ലേക്ക് മാറി. അപ്പോൾ റിയർ 1 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ റിയറിൻ്റെ വാല്യൂ എന്തായി? നേരത്തെ എന്തായിരുന്നു? 0 ആയിരുന്നു. 0യിൽ നിന്നും 1ലേക്ക് മൂവ് ചെയ്തു. ഇനി ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന എലമെൻറ്റ് ക്യൂ ഓഫ് റിയറിലേക്ക് പോയിന്റ് ചെയ്തു അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ആദ്യം ക്യൂ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്തു. ക്യൂ എം ടി അല്ല, ക്യൂ എം ടി അല്ലാകുമ്പോൾ നമ്മൾ അടുത്ത എലമെൻറ്റ് ഇൻസെർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു എലമെൻറ്റ് നമ്മൾ നേരത്തെ ഇൻസെർട്ട് ചെയ്ത് വെച്ചു. ക്യൂ എം ടി അല്ലാത്തതുകൊണ്ട് എന്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം? ഇവിടെ സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പം ഈ റിയർ ലെസ് ദാൻ n-1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ലെസ് ദാൻ ആണെങ്കിൽ റിയറിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു 1 ആ പൊസിഷനിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു ഐറ്റത്തെ കൂടെ നമുക്കൊന്ന് ഇൻസെർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഐറ്റത്തെ നമ്മൾ ഇൻസെർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് റിയർ ഈക്വൽ ടു -1. റിയർ -1 ആണോ? അപ്പോൾ നമ്മളിവിടെ റിയർ -1 ആണോ? അല്ല, റിയർ 1 ആണ്. അപ്പോൾ ക്യൂ എം ടി അല്ല. അപ്പോൾ അടുത്ത എൽസ് പാർട്ടിൽ വന്നു. റിയർ ലെസ് ദാൻ n-1. റിയറിൻ്റെ വാല്യൂ n-1നേക്കാൾ ചെറുതാണോ? n-1 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6 - 1 എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. അപ്പോൾ റിയറിൻ്റെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ 5 ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ റിയർ ഈക്വൽ ടു റിയർ പ്ലസ് 1. റിയറിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? 1 കൂട്ടണം. റിയറിൻ്റെ വാല്യൂ നമുക്ക് 1 ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ റിയറിൻ്റെ വാല്യൂ എന്തായി മാറി? 2 ആയി മാറി. ഇനി റിയർ എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യണം? സെക്കൻഡ് പൊസിഷനിലേക്ക് പോയിന്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ക്യൂ ഓഫ് റിയർ ഈ പൊസിഷനിൽ എന്തുകൊണ്ട് വയ്ക്കണം? ഈ വാൽ എന്നുള്ള ഡേറ്റ ഐറ്റത്തിലെ വാല്യൂവിനെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവിടെ അടുത്ത എലമെൻറ്റിനെ ആ പൊസിഷനിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോ എലമെൻറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഓരോ എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ക്യൂ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ക്യൂ എം ടി ആണെങ്കിൽ ഫ്രണ്ടും റിയറും ഈക്വൽ ടു 0 ആയിട്ട് കൊടുക്കണം. ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നു. ഇനി ക്യൂ എം ടി അല്ല എങ്കിൽ റിയർ ലെസ് ദാൻ n-1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതായത് റിയർ n-1നേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് ക്യൂവിൽ സ്പേസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. റിയറിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ നമുക്ക് ഓരോ എലമെൻറ്റുകളെയും ക്യൂവിലേക്ക് ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും അൽഗോരിതത്തിൽ ഇത്രയും പോർഷൻ മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ ഇവിടെ അത്രയും നമ്മൾ എലമെൻറ്റുകളെല്ലാം ക്യൂവിൽ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മുടെ ക്യൂ ഒന്ന് നോക്കൂ. ഫ്രണ്ട് പോയിന്റ് ചെയ്യുന്നത് 0 പൊസിഷനിലാണ്. റിയർ പോയിന്റ് ചെയ്യുന്നത് 5th പൊസിഷനിലാണ്. അതായത് നമ്മുടെ 6 എലമെൻറ്റുകളെയും ക്യൂവിൽ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്? ക്യൂ ഫുള്ളായിട്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഫ്രണ്ട് ഈക്വൽ ടു 0 ആണ്, റിയർ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഇവിടെ ക്യൂ ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ ഇനി ഒരു എലമെൻറ്റിനെ ഇൻസെർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു എലമെൻറ്റിനെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെക്ക് ചെയ്യുന്നത്? റിയർ ഈക്വൽ ടു -1. അപ്പോൾ റിയർ -1 ആണോ? അല്ല. അപ്പോൾ എൽസ് പാർട്ടിൽ വന്നു. റിയർ ലെസ് ദാൻ n-1. റിയറിൻ്റെ വാല്യൂ 5 ആണ്. 5 ലെസ് ദാൻ 5 അതും ശരിയല്ല. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? അടുത്ത എൽസ് പാർട്ടിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ആ എൽസ് പാർട്ടിൽ നമ്മൾ എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ക്യൂ ഓവർഫ്ലോ ആണ്. ഇനി നമുക്ക് ക്യൂവിൽ സ്പേസ് ഉണ്ടോ എലമെൻറ്റിനെ ഇൻസെർട്ട് ചെയ്യാൻ? ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്യൂ ഓവർഫ്ലോ ആണെന്ന് ഡിസ്പ്ലേ ചെയ്ത് ഇഫ് എൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ സിറ്റുവേഷൻ എന്താണ്? ക്യൂ ഓവർഫ്ലോ സിറ്റുവേഷൻ ആണ്. അതായത് ക്യൂ ഫുള്ളായിട്ട് നിൽക്കുന്ന ക്യൂവിലേക്ക് ഒരു എലമെൻറ്റിനെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് ക്യൂ ഓവർഫ്ലോ സിറ്റുവേഷൻ. അപ്പോൾ നമ്മളവിടെ എന്ത് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും? ക്യൂ ഓവർഫ്ലോ ആണ് എന്നുള്ള മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് ക്യൂ ഓവർഫ്ലോ. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ക്യൂവിലേക്ക് ഡേറ്റ ഇൻസെർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അൽഗോരിതം. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഒരു എലമെൻറ്റിനെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്തായിരിക്കും? ഫസ്റ്റ് നമ്മുടെ ക്യൂ എന്ന് പറയുന്നത് എം ടി ക്യൂ ആയിരിക്കും. അപ്പോൾ റിയറും ഫ്രണ്ടും -1 ആയിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ റിയർ -1 ആണെങ്കിൽ ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ 0ലേക്ക് കൊണ്ടുവരണം. ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു 1 എന്ന് കൊടുക്കണം. ആ പൊസിഷനിലേക്ക് നമ്മുടെ ഐറ്റത്തെ സ്റ്റോർ ചെയ്യുന്നു. ഇനി റിയർ -1 അല്ല എങ്കിൽ ക്യൂവിൽ ഒരു ഐറ്റമെങ്കിലും ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ക്യൂ -1 ആണെങ്കിൽ ക്യൂ എം ടി ആണ്. -1 അല്ല എങ്കിൽ ക്യൂവിൽ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടായിരിക്കും. ക്യൂ എം ടി അല്ല. ഇനി ക്യൂ എം ടി അല്ല എങ്കിൽ നമ്മൾ ഏത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം? ക്യൂവിൽ സ്പേസ് ഉണ്ടോ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതായത് സ്പേസ് ഉണ്ടോ നമുക്ക് എങ്ങനെ നോക്കണം? റിയർ ലെസ് ദാൻ n-1 ആണോ നോക്കിയാൽ മതി. റിയർ ലെസ് ദാൻ n-1 ആണ് എങ്കിൽ മാത്രം നമ്മുടെ ക്യൂവിൽ സ്പേസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റിയറിൻ്റെ വാല്യൂ 1 കൂട്ടുകയും ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു 1 എന്ന് സ്റ്റോർ ചെയ്യും. അപ്പോൾ 1 എന്ന് പറയുന്ന വേരിയബിളിലെ ഡേറ്റ ഐറ്റം ആ പൊസിഷനിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു.
ഇനി ഈ രണ്ട് കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ടിലേക്ക് വരുന്നു. അവിടെ എന്താണ് പ്രിന്റ് ചെയ്യുന്നത്? ക്യൂ ഓവർഫ്ലോ ആണ്. കാരണം ക്യൂവിന് സ്പേസ് ഇല്ല, ക്യൂവിൽ ഡേറ്റ ഐറ്റത്തെ ഇൻസെർട്ട് ചെയ്യാനുള്ള സ്ഥലമില്ല അല്ലേ. അപ്പോൾ ക്യൂ ഓവർഫ്ലോ സിറ്റുവേഷൻ നമ്മൾ മെസ്സേജ് കൊടുത്ത് എൻഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു ക്യൂവിലേക്ക് ഐറ്റത്തെ ഇൻസെർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഐറ്റത്തെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഒന്ന് ക്യൂ എം ടി ആണോ എന്ന് നോക്കണം, രണ്ട് ക്യൂ ഓവർഫ്ലോ സിറ്റുവേഷൻ ആണോ എന്നും നോക്കണം. ക്യൂ എം ടി ആണോ എന്ന് നോക്കുന്നതിന് വേണ്ടി -1 ആണ്. എം ടി ആണെങ്കിൽ ഫ്രണ്ടിൻ്റെ റിയറിൻ്റെ വാല്യൂ 0ലേക്ക് കൊണ്ടുവന്നിട്ട് ഐറ്റത്തെ അവിടേക്ക് സ്റ്റോർ ചെയ്യാം. ഇനി എം ടി അല്ലെങ്കിൽ മാത്രം സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് റിയറിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു 1 എന്ന് സ്റ്റോർ ചെയ്യുന്നു. ഈ രണ്ട് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ക്യൂ എന്തായിരിക്കും? ഓവർഫ്ലോ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ക്യൂ ഓവർഫ്ലോ സിറ്റുവേഷൻ കൊടുത്ത് എൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം നെക്സ്റ്റ് പറയുന്നത് ഡിലീഷൻ ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഡിലീഷൻ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ക്യൂവിൻ്റെ എലമെൻറ്റുകളെ റിമൂവ് ചെയ്യുക അല്ലേ. റിമൂവൽ ഓഫ് എലമെൻറ്റ് ഫ്രം ദി ക്യൂ. അപ്പോൾ ക്യൂവിൽ നിന്ന് ഏത് എലമെൻറ്റിനെയാണ് റിമൂവ് ചെയ്യുന്നത്? ആ ക്യൂവിലേക്ക് ആദ്യം വന്ന എലമെൻറ്റിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എക്സാമ്പിളിൽ ക്യൂവിൽ ആദ്യം വന്ന എലമെൻറ്റ് ആരാണ്? 150 ആണ് ക്യൂവിൽ ആദ്യം വന്നേക്കുന്നത്. അപ്പോൾ ഡിലീഷൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആദ്യം റിമൂവ് ആവേണ്ടത് 150 ആണ്. എങ്ങനെയാണ് ക്യൂവിൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഏത് എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാകുന്നത്? അപ്പം ക്യൂവിൽ ആദ്യം വന്ന എലമെൻറ്റുകളെ പോയിന്റ് ചെയ്യാൻ നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരു പോയിന്റർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫ്രണ്ട് ഡിനോട്ട് ചെയ്യുന്ന പൊസിഷനിലെ എലമെൻറ്റിനെയാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് ആരെയാണ് പോയിന്റ് ചെയ്തേക്കുന്നത്? ഫ്രണ്ടിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം ഫ്രണ്ട് 0th പൊസിഷനെയാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ 0th പൊസിഷനിലെ എലമെൻ്റ് ആണ് ക്യൂവിലേക്ക് ആദ്യം വന്നത്. അപ്പോൾ അതിനെ വേണം റിമൂവ് ചെയ്യാൻ അല്ലേ. ഇനി ക്യൂവിൽ അവസാനം വന്ന എലമെൻറ്റിനെ പോയിന്റ് ചെയ്യുന്ന ആരാണ്? റിയർ. അപ്പോൾ റിയർ പോയിന്റ് ചെയ്യുന്ന എലമെൻ്റ് ആണ് ക്യൂവിൽ അവസാനം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൻ്റെ വാല്യൂ 0യും റിയറിൻ്റെ വാല്യൂ 5ഉം ആണ്. ഇനി അൽഗോരിതത്തിലേക്ക് നമുക്ക് പോകാം. ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആൻഡ് ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയർ. അതായത് ഫ്രണ്ട് -1നേക്കാൾ വലുതും ആകണം, ഫ്രണ്ട് റിയറിനേക്കാൾ ചെറുതോ ഈക്വലോ ആകണം. എന്തിനാ ഈ കണ്ടീഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്? ഫ്രണ്ട് -1 ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? ക്യൂ എം ടി ആണ്. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ, ഫ്രണ്ട് റിയറിൻ്റെ മുകളിലേക്ക് പോയാൽ നമുക്കറിയാം അപ്പോഴും ക്യൂ എം ടി ആണ്. ഇത് രണ്ട് അണ്ടർഫ്ലോ സിറ്റുവേഷനിൽ ഞാൻ കാണിച്ച രണ്ട് കേസുകളാണ്. അപ്പോൾ ക്യൂ എം ടി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? ക്യൂവിൽ നിന്നും എലമെൻറ്റുകളെ റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ക്യൂ എം ടി അല്ല എങ്കിൽ മാത്രമാണ് നമുക്ക് എലമെൻറ്റുകളെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ക്യൂ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഇവിടെ നമ്മൾ ഈ രണ്ട് കണ്ടീഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യൂ എം ടി അല്ല എങ്കിൽ വാല്യൂ ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്, അതായത് ക്യൂവിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വാൽ എന്നുള്ള വേരിയബിളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നോക്കൂ, 150 പോയി വാൽ എന്നുള്ള വേരിയബിളിൽ സ്റ്റോറായി. ഓക്കെ, അപ്പോൾ ഇവിടെ എലമെൻറ്റ് റിമൂവ് ചെയ്തു. ഇനി എന്താ വേണ്ടത്? ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇനി 0യെ പോയിന്റ് ചെയ്തിരുന്നാൽ മതിയോ? പോരാ, കാരണം 0യിലെ എലമെൻറ്റിനെ നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് റിമൂവ് ചെയ്യേണ്ട എലമെൻറ്റിനെ വേണം ഫ്രണ്ട് പോയിന്റ് ചെയ്യാൻ. ഇനി നെക്സ്റ്റ് വന്ന എലമെൻറ്റ് ആരാണ്? 250 ആണ് അല്ലേ. അപ്പോൾ ഫ്രണ്ട് എന്ത് ചെയ്യണം? അടുത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് 250യിലേക്ക് മൂവ് ചെയ്തു. അതായത് ഫ്രണ്ടിൻ്റെ വാല്യൂ എന്തായി മാറി? ഫ്രണ്ടിൻ്റെ വാല്യൂ 1 ആയി മാറി. അപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ 0യിൽ നിന്നും എന്തായി മാറി? 1 ആയി മാറി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ 250 റിമൂവ് ചെയ്ത് നോക്കാം. 250 ഒന്ന് റിമൂവ് ചെയ്യാം. ഇപ്പം എന്താണ്? ഫ്രണ്ട് പോയിന്റ് ചെയ്തേക്കുന്നത് 1 എന്നുള്ള പൊസിഷനിലാണ്. 1 എന്നുള്ള പൊസിഷനിലാണ് 250 ഇരിക്കുന്നത്. അപ്പോൾ ഇനി റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഏത് എലമെൻറ്റിനെ ആയിരിക്കും റിമൂവ് ചെയ്യാൻ പറ്റുക? 250 എന്നുള്ള എലമെൻറ്റിനെ ആയിരിക്കും റിമൂവ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കൂ, 250 റിമൂവ് ചെയ്ത് നമ്മൾ വാൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഫ്രണ്ട് എന്ത് ചെയ്യണം? ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് അടുത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അൽഗോരിതം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷൻ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനാണ്? ക്യൂ എം ടി ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി. അപ്പോൾ ഫ്രണ്ട് ഇവിടെ 1 ആണ്. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ -1 ആണ്, കണ്ടീഷൻ ശരിയാണ്. അതുപോലെ ഫ്രണ്ട് ലെസ് ദാൻ ഈക്വൽ ടു റിയർ ആണോ നോക്കി. ഫ്രണ്ടിൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്, റിയർ എന്ന് പറയുന്ന 5 ആണ്. അപ്പോൾ 1 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണ്, അതും കണ്ടീഷൻ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്. അപ്പോൾ ക്യൂ ഓഫ് ഫ്രണ്ടിലിരിക്കുന്ന 250 എന്ന് പറയുന്ന എലമെൻറ്റ് വാൽ എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് 250 റിമൂവ് ആയി.
ഇനി എന്താ വേണ്ടേ? ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1. ഫ്രണ്ട് എന്ത് ചെയ്യണം? അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ എന്തായി മാറുന്നു? 2 ആയി മാറുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ എന്തായി? 2 ആയി. അപ്പം അടുത്ത നെക്സ്റ്റ് ഒരു എലമെൻറ്റ് കൂടി നമ്മൾ റിമൂവ് ചെയ്തു. ഇങ്ങനെ നമുക്ക് ഓരോ എലമെൻറ്റുകളെയും ക്യൂവിൽ നിന്നും റിമൂവ് ചെയ്ത് പോകാം. ഓക്കെ, റിമൂവ് ചെയ്യാൻ വളരെ ഈസിയാണ്. എന്താണ്? ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1. ഈ ഒരു സിറ്റുവേഷൻ നോക്കൂ. ഈ ഒരു സിറ്റുവേഷനിൽ ക്യൂ ഒരേ ഒരു എലമെൻറ്റ് മാത്രമേ ക്യൂവിൽ ഹോൾഡ് ചെയ്യുന്നുള്ളൂ, 350 എന്നുള്ള എലമെൻറ്റ് അല്ലേ? ആ എലമെൻറ്റ് ഇരിക്കുന്നത് സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പം ആ എലമെൻറ്റിനെ പോയിന്റ് ചെയ്യുന്നത് ഫ്രണ്ട് റിയറും ആ സെയിം എലമെൻറ്റിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. ഫ്രണ്ടിൻ്റെ വാല്യൂ 2, റിയറിൻ്റെ വാല്യൂ 2. അപ്പോൾ ഈ 350 നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആൻഡ് ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയർ. ഈ രണ്ട് കണ്ടീഷൻ നമുക്കിവിടെ ശരിയാണല്ലോ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ വാൽ ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്. ക്യൂ ഓഫ് ഫ്രണ്ടിൽ ഇരിക്കുന്ന വാല്യൂ വാൽ എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വാൽ എന്നുള്ള വേരിയബിളിലേക്ക് ഈ 350 കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു. 350 അവിടേക്ക് പോയി. നെക്സ്റ്റ് ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1. ഫ്രണ്ടിൻ്റെ വാല്യൂ എന്താവണം? 1 ഇൻക്രിമെൻ്റ് ആകണം. ഈ ഫ്രണ്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം അല്ലേ? ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ആയി. ഫ്രണ്ട് അടുത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായി? ക്യൂ എം ടി ആയി. ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു എലമെൻറ്റ് കൂടി നമ്മൾ റിമൂവ് ചെയ്തു. ക്യൂ എം ടി ആയി. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ ക്യൂ എം ടി ആയിട്ടുള്ളൊരു ക്യൂ ആണ്. ക്യൂ എം ടി ആണ്. അപ്പോൾ എം ടി ആണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? രണ്ട് കണ്ടീഷനാണ് ക്യൂ എം ടി ആണെങ്കിൽ. ഒന്ന്, ഫ്രണ്ടിൻ്റെ വാല്യൂ -1 ആകും. അല്ലെങ്കിൽ ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയർ ആണെങ്കിൽ എം ടി അല്ല, ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റിയർ ആകുമ്പോൾ അവിടെ എം ടി ആകും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യൂ എം ടി ആണ്. ഫ്രണ്ടിൻ്റെ വാല്യൂ 3, റിയറിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ റിയർ ആണ് ഫ്രണ്ടിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ക്യൂ ഇവിടെ എം ടി ആണ്. അപ്പോൾ ഇനി ഇവിടെ നമ്മളൊരു എലമെൻറ്റ് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ കണ്ടീഷൻ എന്താവും? ഈ കണ്ടീഷൻ എന്തായി മാറും? ഫോൾസായി മാറും അല്ലേ? ആ കണ്ടീഷൻ തെറ്റായി മാറും. തെറ്റാകുമ്പോൾ എൽസ് പാർട്ടിലേക്ക് വരും. എന്ത് പ്രിന്റ് ചെയ്യണം? ക്യൂ അണ്ടർ ഫ്ലോ. കാരണം ക്യൂവിൽ എലമെൻറ്റുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ക്യൂ അണ്ടർ ഫ്ലോ എന്ന് ഡിസ്പ്ലേ ചെയ്യണം അല്ലേ? അപ്പം ഈ വാൽ എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ ഇവിടെ ഒന്നും തന്നെ ഇല്ല. അപ്പം ക്യൂ അണ്ടർ ഫ്ലോ എന്ന് നമ്മളിവിടെ സ്റ്റോർ ചെയ്യണം. ക്യൂ അണ്ടർ ഫ്ലോ. ക്യൂ അണ്ടർ ഫ്ലോ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ക്യൂവിൽ എം ടി ആയല്ലോ. ക്യൂവിൽ എലമെൻറ്റുകളൊന്നും തന്നെ ഇല്ല. ക്യൂ എം ടി ആണ്. അങ്ങനെ ക്യൂ എം ടി ആയി കഴിഞ്ഞാൽ ക്യൂ എം ടി ആയി കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ. അതായത് ഫ്രണ്ട് റിയറിനേക്കാൾ വലുതായി കഴിഞ്ഞാൽ ഫ്രണ്ടിൻ്റെ റിയറിൻ്റെയും വാല്യൂ -1 ആയിട്ട് സെറ്റ് ചെയ്യണം. ഫ്രണ്ടിൻ്റെ റിയറിൻ്റെയും വാല്യൂ -1 ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ടും റിയറും ഇങ്ങനെ ക്യൂവിൻ്റെ വെളിയിലേക്ക് പോയിന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ക്യൂ എം ടി ആയി. എങ്ങനെ എം ടി ആയത്? ഫ്രണ്ട് റിമൂവ് ചെയ്ത് റിയറിനേക്കാൾ മുകളിലേക്ക് പോയി. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ക്യൂ എം ടി ആയി. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ -1ലേക്ക് മാറ്റി കൊടുക്കണം അല്ലേ? അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ എൽസ് പാർട്ടിൽ ചെയ്തിരിക്കുന്നത് അതാണ്. ഇഫ് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ദെൻ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യൂവിൻ്റെ ഡിലീഷൻ ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ക്യൂ ഇൻസെർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്യൂവിൽ നിന്നും എലമെൻറ്റുകൾ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ?